കോൺട്രാക്ട് വൈഫ്. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ചൂടുള്ള വെള്ളത്തിൽ മേലൊന്ന് കഴുകിയതും അത്രയും നേരം തോന്നിയ വേദനകൾക്കൊക്കെയും ശമനം വന്ന പോലെ അവൾക്ക് തോന്നി. വല്ലാത്തൊരാശ്വാസത്തോടെ ബാത്റൂം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സോഫയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവനെയാണ് പീലി കണ്ടത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവനും കണ്ണു തുറന്ന് നോക്കി. എപ്പോഴുമുള്ള ഗൗരവം മാത്രമാണ് അവനിൽ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ആ കണ്ണുകൾ തിളങ്ങുന്നത് കാണാം. വയ്യമയ്യേട്ടാ, ഒത്തിരി വേദനിച്ചോ? അവന്റെ ഇരുത്തവും നോട്ടവും കാണെ പീലി വേഗം അടുത്തിയെന്ന് ചോദിച്ചു. ആ കണ്ണുകളൊന്ന് വിടർന്നു. ആദ്യമായി കേൾക്കുന്ന കുറെ ചോദ്യങ്ങളാണ് അതിന്റെ അത്ഭുതമായിരുന്നു അവനിൽ. പീലിയുടെ സങ്കടത്തോടെയുള്ള നോട്ടം അപ്പോഴും അവന്റെ ശരീരത്തിലെ പാടുകളിലേക്ക് മാത്രമാണ്. പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പിയതും അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയവൻ. വൈകെന്തിനാ കരഞ്ഞേ? ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് ചുണ്ടുകൂട്ടി പിടിച്ച് വിതുമ്പലടക്കിക്കൊണ്ട് അവന്റെ കഴുത്തിലെ തന്റെ പല്ലിന്റെ പാടിൽ തൊട്ട് കാണിച്ചു. ഈശ്വര അവളെ കണ്ണിച്ചുമാ നോക്കിക്കൊണ്ട് തന്നെ അവിടെ തൊട്ട് അവിടെ വിരൽ പിടുത്തമിട്ടു. ഞാനല്ലേ ഇതൊക്കെ? അതിന് വേദനിച്ചില്ലേ? ഞാനതിന് നിന്നെ പോലെ ക്രൈ ബേബി അല്ല. അവൻ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും പീലി അവനെ കൂർപ്പിച്ച് നോക്കി. അതെ, അനിമലാണല്ലോ, മനുഷ്യനാണെങ്കിലല്ലേ വേദനയുണ്ടാവും. ദേഷ്യത്തോടെ പിറുവിറുക്കുന്നതിനൊപ്പം അവന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയവൾ. ഒരു കൈ കൊണ്ട് വെറുതെ ചുറ്റി പിടിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ പോലും വെറുതെ ഒന്ന് അനങ്ങാൻ പോലും പീലിക്കായില്ല. വിട്ടേ എന്നെ. നോ, ആട്ടിങ്ങിരുന്ന അവിടെ. അവളെ പിടിച്ച് അവൻ അഭിമുഖമായിരുത്തിക്കൊണ്ട് പറഞ്ഞു. പീലിയുടെ നോട്ടപ്പോഴും അവന്റെ കഴുത്തിലും മേലും തന്നെയാണ്, മുറിവുകളുടെ കണക്കെടുക്കും പോലെ. വൈക. പെണ്ണിന് നോട്ടം കണ്ടത് അവളെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ അവൻ വിളിച്ചു. അവനെ നോക്കാതെ അവള് മൂളി. വൈക, ലുക്ക് അറ്റ് മീ. എന്താ നിന്റെ പ്രോബ്ലം? ഞാനല്ലേ? അവനെ നെഞ്ചിൽ തൊട്ട് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അത് നീയാണ്. കാരണം ഞാൻ നിന്റെയാ. നീ ഏൽപ്പിച്ച ഓരോ മാർക്സും എനിക്ക് മാത്രമുള്ളതാ. നമ്മൾ പരസ്പരം ഷെയർ ചെയ്തതാ. ആൻഡ് യു നോ വൺ തിങ്, ഐ ഫീൽ കംപ്ലീറ്റ് ടുഡേ. മുൻപ് തോന്നിയതിലും ഇരട്ടി സാറ്റിസ്ഫാക്ഷൻ. സോ കൂടുതലായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ റൂമിന് മുമ്പുള്ള ബെല്ലാരോ പ്രസ് ചെയ്തിരുന്നു. പീലി ഒരു ഞെട്ടിലോടെ പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവന്റെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകി. ഗെറ്റ് ഇൻ. പീലിയെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് കയ്യിലെ റിമോട്ട് പ്രസ് ചെയ്ത് ഡോർ ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടാവും പറഞ്ഞു. വരുന്നത് ആനായാലും ഈ അവസ്ഥയിൽ അവനെ നോക്കാൻ വയ്യുന്ന പോലെ പീലി അവന്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. നാണോ ഇല്ലാത്തത്. കാതോരം അവൾ പിറുപിറുക്കുന്നത് കേട്ടതും അവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. അവർക്കുള്ള ആഹാരവുമായി ജോലിക്കൊപ്പം റൂമിലേക്ക് കയറിയ വൈദേഹി കാണുന്നതും ആ കാഴ്ചയാണ്. മറച്ചു പിടിക്കാൻ കഴിയാത്ത പകയോടെ വൈദേഹിയുടെ കണ്ണുകൾ ഈശ്വരിൽ പതിച്ചു. അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ പെൺകുട്ടിയോട് വ്യക്തിപരമായി ദേഷ്യമോ പകയോ ഒന്നുമില്ലെങ്കിലും അവളാണ് അവന്റെ മുഖത്തെ തെളിച്ചത്തിനും പുഞ്ചിരിക്കും കാരണമെന്ന തിരിച്ചറിവിൽ ആ നിമിഷം പീലിയോട് പോലും വൈദേഹിക്ക് ദേഷ്യമായി. ശത്രുവിന്റെ പതനം ആഗ്രഹിച്ചെത്തിയവൾക്ക് അവന്റെ കണ്ണിലെ സന്തോഷം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതിന് കാരണക്കാരിയായവളോടും ആ പക തോന്നി. അതെല്ലാം അങ്ങോട്ട് വെച്ചോളൂ. ജൂലിയുടെ ശബ്ദം കേട്ടതൊരു ഞെട്ടിലോടെ വൈദേഹി ഈശ്വരിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. തന്റെ നോട്ടം അവൻ കണ്ടു കാണുമോ എന്നൊരു ഭയം ആദ്യം തോന്നിയെങ്കിലും ഫ്ലോറിൽ കാണുന്ന റിഫ്ലക്ഷനിൽ നിന്ന് അവന്റെ നോട്ടം ഫോണിൽ മാത്രമാണെന്ന് മനസ്സിലായതും അവൾക്ക് ആശ്വാസം തോന്നി. അപ്പോഴും വൈകയുടെ മുഖം അവൾ കണ്ടിരുന്നില്ല. ജൂലിയുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് ആ മുറി വിട്ടു പോകുമ്പോഴും വൈകയെ കാണുവാൻ വൈദേഹി ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അവരിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ചു നിൽക്കുന്നവളെങ്ങനെ കാണും? എല്ലാവരും പോയി. അവൻ റിമോട്ട് കൊണ്ട് ഡോർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും പീലി പതിയെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ. അവളുടെ പറച്ചിൽ അവന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. നമ്മളിങ്ങനെ കണ്ടില്ല എല്ലാവരും. അയ്യേ, ഇതിനൊരു നാണമില്ല. എൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ ഞാനെതിരെ നാണിക്കണം വൈക. നാണിക്കേണ്ട ടൈം അല്പം മുമ്പ് കഴിഞ്ഞുപോയി. ഇപ്പൊ നാണം മറക്കാനുള്ളതൊക്കെ നമുക്കുണ്ട്. യാതൊരു കൂസലുമില്ല ആ പറഞ്ഞുകൊണ്ട് അവളുടെ ചുടികളൊന്ന് ഉടഞ്ഞു വിട്ടതും കണ്ണുമിഴിച്ച് അവനെ നോക്കിയ പീലിയൊന്ന് ഞെട്ടി. ഈ മഹിയേട്ടൻ മതി വാശാലത്തരം പറഞ്ഞ് എന്നെ വിട്ട് വല്ലതും കഴിക്കുക. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ വീണുപോകും. അവസാനം പറഞ്ഞൊരു ഡയലോഗിൽ മാത്രം പീലിയിലുള്ള അവന്റെ പിടിയായഞ്ഞു. ശരിയാണ് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. വിശപ്പും ദാവും അറിയാത്ത അവസ്ഥയിലായിരുന്നു ഈ നിമിഷം വരെയും. ഈമച്ചി മാതാവൻ ആ പെണ്ണിനെ നോക്കി. കൊണ്ടുവച്ചതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്ന കണ്ടതും അവന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. അടുത്ത നിമിഷം അത് മായുകയും ചെയ്തു. അടുത്തു വന്നിരുന്ന് പ്ലേറ്റിൽ നിന്നും ചെറിയൊരു ഉരുളയുണ്ടാക്കി തനിക്ക് നേരെ നീട്ടിപ്പിടിക്കുന്നവളെ മറച്ചു വെക്കാൻ കഴിയാത്ത അത്ഭുതത്തോടെ അവൻ നോക്കി. അവന്റെ കണ്ണിലെ തിളക്കവും കൗതുകവും എല്ലാം അവളുടെ കണ്ണ് നിറച്ചു. ഓർമ്മയിൽ പിന്നെ അറിഞ്ഞിട്ടില്ലാത്തൊരു കരുതൽ. അതായിരുന്നു മുന്നിലിരിക്കുന്നവൾ അവൻ ആ നിമിഷം. കഴിക്കുന്നേ, ഒന്നിച്ച് കഴിക്കാന്ന് പറഞ്ഞല്ലേ? ഇനിയും അവൻ നോട്ടം മാറ്റുന്നില്ലെന്ന് കണ്ടതും പീലി വീണ്ടും പറഞ്ഞു. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വാ തുറന്നു.
ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്തൊരു സ്വാദ്. നാവിലെ രസമുകുളങ്ങൾ അറിഞ്ഞു അവൻ്റെ കണ്ണ് വിടർന്നു. സ്നേഹമാണ് അവൾ ഊട്ടുന്നത്, അതിൻ്റെ സ്വാദാണ്. അവന് കൊടുക്കുന്നതിനൊപ്പം തന്നെ അവളും കഴിച്ചു. മനസ്സത്രയും നിറഞ്ഞു. ഇതൊക്കെ എന്നോ ചെയ്യേണ്ട കാര്യം. കൃത്യമായി പറഞ്ഞ കല്യാണം കഴിഞ്ഞ അന്ന്. സാരമല്ല അല്ലേ മയ്യേട്ടാ? അതിനു പകരം ഇനി എന്നും ഇങ്ങനെ മതിയല്ലേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് നോക്കുന്നവളെ അവനും കണ്ണ് ചിമ്മാതെ നോക്കി. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പങ്കുവെക്കേണ്ട ശരീരം മാത്രമല്ല, മനസ്സിലായോ മിസ്റ്റർ ദക്ഷിമേശ്വർ സിംഹക്ക്? വലത് കൈകൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർത്തി കുറുമ്പോടെ അല്പം കാര്യത്തിൽ അവൾ ചോദിച്ചതും അവൻ ആ കയ്യിൽ മുറുകെ പിടിച്ചു. പീലിയുടെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ തങ്ങി. അവളെ നോക്കിക്കൊണ്ട് തന്നെ കയ്യിലെ ഓരോ വിരലും അവൻ നുണഞ്ഞെടുത്തു. വിരൽ തുമ്പിലൂടെ എന്തോ നുടലിലേക്ക് പാഞ്ഞു കയറിയതുപോലെ അവൾ തറഞ്ഞുപോയി. തൊട്ടറിയുന്ന അവൻ്റെ നാവിൻ്റെ മൃദുലത, ഉമിനീരിൻ്റെ ചൂട്. വെപ്രാളത്തോടെ കൈ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും ഒന്ന് ചലിപ്പിക്കാൻ പോലും അവൾക്കായില്ല. അവളുടെ മാറ്റങ്ങളൊക്കെ കണ്ണിമുച്ചിമാതെ അവൻ നോക്കി നിന്നു. ചുവന്ന് ചൂട് പിടിച്ച മുഖം, വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ കവിൾത്തടം, ശ്വാസത്തിൻ്റെ വേഗം കൂടുന്നതിനനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങൾ. എവിടേക്കോ തട്ടിത്തടഞ്ഞ് അവളുടെ നോട്ടം ഒരു വേള അവൻ്റെ മുഖത്ത് തന്നെ ചെന്ന് നിന്നതും അവൻ്റെ നോട്ടത്തിൻ്റെ പാതറിയെ കണ്ണുകൾ ഇറുക്കി അടച്ച് കളഞ്ഞു പീലി. ഉന്നോട് ബ്രീതിങ് സ്റ്റൈൽ എനിക്ക് ரொம்ப പിടിക്കും വൈക. കാതിൽ വീണ്ടും വീണ്ടും ആ വാക്കുകൾ മുഴങ്ങുന്ന പോലെ ഹൃദയം ഒന്ന് തുടിച്ചുപോയി. ഏറെ നേരത്തിനൊടുവിൽ കയ്യിലെ പിടുത്തമാൻ അയച്ചു തുടങ്ങിയതും പീലി പതിയെ കണ്ണു തുറന്നു. എനിക്കറിയില്ലായിരുന്നു ഈ റിലേഷൻ ഇത്രയും മനോഹരമാണെന്ന്. തിളങ്ങുന്ന കണ്ണുകളോട് അത്രയും പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ചുമ്മനും കൂടി അവൻ നൽകി. കണ്ണുകൾ ചിമ്മാതെ അവൾ അവനെ നോക്കി. ഈ മനുഷ്യനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോകുന്നല്ലോ ഈശ്വര എന്നൊരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയോളം വന്ന് നിന്നു. മയ്യേട്ടെന്നെ സ്നേഹിക്കേണ്ട കേട്ടോ, മുൻപത്തെ പോലെ വേദനിപ്പിച്ചാൽ മതി. നിറഞ്ഞ കണ്ണുകൾ ഇടത് കൈകൊണ്ട് അമർത്തി തുടച്ച് പീലി എന്തോ ഓർത്ത പോലെ വേഗം പറഞ്ഞു. കണ്ണുകളൊന്ന് കുറുക്കി അവൻ അവളെ നോക്കി. എന്നെ സ്നേഹിച്ചാൽ, ഈ സ്നേഹം അനുഭവിച്ചാൽ പിന്നെ കാണാണ്ടിരിക്കാൻ എനിക്ക് പറ്റാണ്ടാവും. എങ്ങും പോയില്ലെന്ന് ഞാൻ വാശി പിടിക്കും. ഒടുക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ മരിച്ചു പോകും. വിതുമ്പി പറഞ്ഞു തുടങ്ങിയത് ഉറക്കെയുള്ള ഒരു കരച്ചിലായി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണതും ആ വാക്കുകളിൽ പിടഞ്ഞു പോയത് അവൻ്റെ ഹൃദയമാണ്. കല്ലാക്കിയ ഹൃദയത്തെ തകർത്ത് കളയാനുള്ള കെൽപ്പ് അവളുടെ കരച്ചിലുണ്ടായിരുന്നു. ഒരു വാക്ക് പോലും പറയാതെ അവൻ അവളെ ഇറുകെ പിടിച്ചു വെച്ചു. സർ, അന്നത്തെ ആക്സിഡന്റിൽ മരിച്ച ബാലകൃഷ്ണന്റെയും വസുധയുടെയും മകനാണ് വിഷ്ണു. ACP വിഷ്ണുവർദ്ധൻ IPS. പിന്നെ അവർക്കൊരു മകളാണുള്ളത്, വൈകാലക്ഷ്മി. കൂടുതൽ വിവരങ്ങളൊന്നും വിഷ്ണുവിനെ കുറിച്ച് കിട്ടിയിട്ടില്ല സാർ. വിഷ്ണു ആരാണെന്നോ അവൻ്റെ റിയൽ ഐഡന്റിറ്റി എന്താണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഈവൻ അവൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും. വിഷ്ണു അടങ്ങുന്ന ടീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെയും അത്രയും കോൺഫിഡൻഷ്യലാക്കി വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ കൂടെ ആരൊക്കെയുണ്ടെന്നോ എത്ര പേരുണ്ടെന്നോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഡൽഹിയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡാണ് വിഷ്ണു. 2018 കേരളത്തിലെ 10 ജില്ലകളിലായി നടന്ന ലെറ്റിൻ ഡിസാസ്റ്ററിനെ കുറിച്ചും അതിനെ തുടർന്നുണ്ടായ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് അയാൾ DM-ലെത്തിയത്. ഡൽഹിയിൽ നിന്ന് വിഷ്ണുവിന് ജയിലിലേക്ക് വന്ന കത്തിൻ്റെ കോപ്പിക്കൊപ്പം ഉണ്ടായിരുന്ന മുസ്തഫയുടെ വോയിസ് മെസ്സേജ് ഒരിക്കൽ കൂടി കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയതും പീലിയെ പൊതിഞ്ഞു പിടിച്ച അവൻ്റെ കൈകളുടെ മുറുക്കം ഒന്നുകൂടെ കൂടി. ഒരു വന്യമൃഗത്തെ അനുസ്മരിപ്പിക്കും വിധം അവൻ്റെ മുഖം തിളങ്ങി. തനിക്ക് ചുറ്റും നടക്കുന്ന യാതൊന്നും അറിയാതെ സിംഹത്തിൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയൊരു മുയൽക്കുഞ്ഞിനെ പോലെ അവളും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? വിങ്ങിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നവളെ ഇമച്ചിമാതെ അവൻ നോക്കി നിന്നു. എൻ്റെ മയ്യേട്ടനാണ് എൻ്റെ മാത്രം. പറയുന്നതിനൊപ്പം ഭ്രാന്ത് പിടിച്ച പോലെ അവൾ അവൻ്റെ മുഖമൊന്നാകെ ചുംബിച്ചു. നെഞ്ചിലൊരു ഭാരം വന്ന് അടിയും പോലെ തോന്നിപ്പോയവന് ഇതുപോലൊരു നിമിഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അവൻ അറിയില്ല. അവന് നഷ്ടപ്പെടുമെന്നൊരു ചിന്ത പോലും ആ നിമിഷം അവളെ ഭ്രാന്ത് പിടിപ്പിച്ച പോലെ തോന്നിച്ചു. എന്തു പറഞ്ഞ ആ പെണ്ണിനെ ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയാതെയായി. ഒരാൾക്ക് മുന്നിലും ഒരാളുടെ വേദനയ്ക്ക് മുമ്പിലും ഈ വിധം നിന്ന് ഒരുങ്ങിയിട്ടുണ്ടാവില്ല അവൻ. നീ എന്നെ എത്ര പ്രണയിക്കുന്നുണ്ട് വൈക? മുൻപൊരിക്കൽ ചോദിച്ചതാണെങ്കിൽ പോലും വീണ്ടും അവൻ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. എനിക്കറിയില്ല. ദാറ്റ്സ് ഓക്കെ. നിനക്ക് എന്നെയാണോ വിഷ്ണുവിനെയാണോ ഇഷ്ടം കൂടുതലുള്ളത്? അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നവൾ ആ ഒരു ചോദ്യത്തിൽ മൗനമായി. കണ്ണ് ചിമ്മാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? നീ ഉത്തരം പറ വൈക. ഇതിനെങ്ങനെ ഉത്തരം പറയാനാ? അതിലൊരാളുടെ ഏട്ടനും മറ്റൊരാളുടെ ഭർത്താവും ഇല്ലേ? അപ്പം എങ്ങനെയാ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഏട്ടനെൻ്റെ ദൈവം, അതുപോലെ അച്ഛനും അമ്മയും അല്ല. പീലി പതിയെ പറഞ്ഞു തുടങ്ങിയതും അവളിൽ മുറുകിയിരുന്ന അവൻ്റെ കൈകൾ പതിയെ അയഞ്ഞു വന്നു. കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. എന്തിനോ ഒരു അസ്വസ്ഥത തോന്നിപ്പോയവന്. അവളുടെ ഈ പറച്ചിൽ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മുമ്പ് അവൾ പറയുന്ന പോലെ ഇപ്പോഴതിന് ഒട്ടുമേ അംഗീകരിച്ചു കൊടുക്കാനാവുന്നില്ല.
അവളെ ഒരിക്കൽ കൂടി നോക്കിയതിന് ശേഷം വിട്ടകലാൻ അവൻ ഒരുങ്ങിയതും പീലി അവനെ ഇറുകെ പുണർന്ന് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി വെച്ചു. ഇത്തവണ അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചില്ല, വരിഞ്ഞു മുറുക്കി വേദനിപ്പിച്ചതുമില്ല. പീലിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. അവൻ ഈ കാണിക്കുന്ന പിണക്കവും പരിഭവമൊക്കെയാണെന്ന് വിശ്വസിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം. എനിക്ക് ജോലിയുണ്ട് വൈക, ഐ ഹവ് ടു ഗോ. അലസമായി പറഞ്ഞുകൊണ്ട് അവൾ അടത്തി മാറ്റാൻ ശ്രമിച്ചതും പെണ്ണിന്റെ കൈകൾ ഒന്നുകൂടി അവനിൽ മുറുകി. എങ്ങോട്ടോ ഓടുന്നേ? മയ്യേട്ടൻ ചോദിച്ചതിന് ഞാൻ മുഴുവൻ ഉത്തരവും പറഞ്ഞില്ല. ഏത് അനിമലായാലും എന്നെ മുഴുവൻ കേട്ടേ തീരൂ, ഇല്ലെങ്കിൽ എന്നെ കൊന്നാലും ഞാൻ വിടില്ല. ഒരൽപ്പം കുറുമ്പും വാശിയും കലർത്തി പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി അവനെ നോക്കി പീലി. സ്വതവേയുള്ള ഗൗരവമാണ് അവിടെ. പക്ഷേ അത്രമേൽ ചേർന്നിരിക്കുന്നവൾക്ക് അവൻ്റെ താളം തെറ്റിയ മിടിപ്പ് തൊട്ടറിയാം. നേർത്തുപോയൊരു പുൻസിരിയോട് അവിടെ മുഖം അവനിലേക്ക് അടുത്തു. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടും പോലെ. നിങ്ങളെൻ്റെ ഏട്ടനെ പോലെ അല്ല എനിക്ക്, മറിച്ച് എൻ്റെ ജീവന, ജീവിതം. ഈ വൈകിയുടെ മനസ്സും ശരീരവും ഒരുപോലെ സ്വന്തമാക്കിയവൻ. ഇയാളെ സ്നേഹിക്കുന്ന പോലെ എനിക്കെൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം യു നോ വാട്ട്, നമ്മളൊന്നാ. നിങ്ങളറിയാത്ത ഒന്നും എന്നിലില്ല. കണ്ണിലൊരു കടലോളം പ്രണയം നിറച്ചുകൊണ്ട് അവൾ മന്ത്രിക്കുമ്പോൾ ഒരു മെഴുകുപോലെ ഒരുങ്ങുന്നത് അവനായിരുന്നു. കണ്ണുകളടച്ച് നെഞ്ചിലേക്ക് ചാഞ്ഞകളുടെ നെറുകയിലെ ചുവപ്പിൽ പതിയെ ഒന്ന് തൊട്ടു നോക്കിയവൻ. പറഞ്ഞറിയിക്കാനാവാത്തൊരു നിർവൃതി ഉടലിനെ പൊതിയുന്ന പോലെ. വെറുതെ അവളിങ്ങനെ നോക്കിയിരിക്കും തോറും മനസ്സ് തണുത്തുറയുന്നുണ്ട്. ഒരു പാവം പൊട്ടിപ്പെണ്ണാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൾ. സ്നേഹം കൊണ്ട് തന്നിലെ മൃഗത്തെ അടക്കി നിർത്തിയവൾ, സഹനം കൊണ്ട് തന്നെ തോൽപ്പിച്ചവൾ. ബുദ്ധി അരുതെന്ന് വിലക്കുമ്പോഴും മനസ്സവളിലേക്ക് തന്നെ ചാഞ്ഞു പോകുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അടക്കി പിടിക്കാനും വിട്ടുകളയാനും ആവാത്ത വിധമൊരു തടസ്സം തനിക്കും ഈ പെണ്ണിനുമിടയിൽ ഉള്ളതുപോലെ. തുറന്നിട്ട ജാലകത്തിനരിയിലായിരുന്നു മനസ്സിൽ പതിഞ്ഞുപോയ രൂപം ക്യാൻവാസിലേക്ക് പകർത്തുന്ന തിരക്കിലായിരുന്നു മയൂര. ചുവന്ന നിറത്തിലുള്ള ദാവണി ചുറ്റി ഇടുപ്പ് വരെയുള്ള മുടിയിഴകൾ അഴിച്ചിട്ട് കണ്ണുകളിൽ അഞ്ചനവും നെറ്റിയിൽ കുങ്കുമവും കളഭവും കൂടിയൊരു കുറി വരച്ച് ആരെയും ആകർഷിക്കുന്ന സ്ത്രീരൂപം. ചുണ്ടിൽ എപ്പോഴും മായാതെ കിടക്കുന്ന പുൻസിരിയാണ് അവളുടെ പ്രത്യേകത. നീ ഇവിടെ വന്നിരിക്കുകയാണോ മയി? അടുത്തേക്ക് വരുന്നതിനൊപ്പം ഭാമ ചോദിക്കുന്ന കേട്ടും മയി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏട്ടൻ്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ മയ്യുടെ ആത്മാർത്ഥ കൂട്ടുകാരിയാണ് ഭാമ, മയ്യുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി. എന്താണ് ഭാമക്കുട്ടി ഗൗരവം? കെട്ടിയനോട് വഴക്കിട്ടോ നീ? ഭാമയുടെ താടിൽ പിടിച്ച് കൊഞ്ചിക്കുന്നതിനൊപ്പം കുറുമ്പോടെ മൈ ചോദിച്ചതും ദേഷ്യത്തോടെ ആ കയ്യിലൊരു തട്ട് വെച്ചു കൊടുത്തു ഭാമ. ഔസ്, എന്താടി, എന്തിനാ ദേഷ്യം? ദേ മൈ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ നാടൊക്കെ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ മതി, എന്നോട് വേണ്ട. സത്യം പറഞ്ഞു, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? മൈ ചിരി ഒതുക്കി പിടിച്ച് ഒന്നറിയാത്ത പോലെ വീണ്ടും ചോദിച്ചു. ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യയുള്ള മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പകരക്കാരിയായിട്ട് ഇടിച്ചു കയറാനുള്ള നിന്റെ ശ്രമം എന്തിനാണെന്ന്. ഭാമയുടെ സ്വരത്തിലെ കടുപ്പം തിരിച്ചറിഞ്ഞതും മൈയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു. അവളിലും ഗൗരവം സ്ഥാനം പിടിച്ചു. ഈ നൂറ്റാണ്ടിലെ ഓരോ അന്ധവിശ്വാസം പറഞ്ഞ് ഇവിടെയുള്ളവർ കാണിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. പൊട്ടക്കിണറ്റിലെ തവളകളാ ഇവിടെയുള്ളവർ ഇപ്പോഴും. പക്ഷെ നീയും അതിന് കൂട്ടിൽക്കെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് പറ മൈ, എന്താ നിന്റെ ഉദ്ദേശം? ദക്ഷ് മഹേശ്വർ സിംഹ. മൈ, നീ? മൈ ആ പേര് പറഞ്ഞു ഒരു ഞെട്ടലോടെ അവൾ വിളിച്ചു പോയിരുന്നു ഭാമ. സത്യമാണ്, എൻ്റെ ലക്ഷ്യം അയാളാണ് ഭാമേ. അയാളുടെ അടുത്തേക്ക് എത്താനുള്ള വഴി മാത്രമാണ് ഈ ദോഷവും പരിഹാരവും എല്ലാം. മൈയുടെ വാക്കിലും നോക്കിലുമെല്ലാം വല്ലാത്തൊരു മൂർച്ചയുള്ള പോലെ ഭാമയ്ക്ക് തോന്നി. മൈ, എനിക്കൊന്നും, ഞാൻ എന്താണ്, എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന നീ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. കൊടും ക്രിമിനലാണ് അയാൾ. അയാളെ പിടിക്കാനുള്ള മിഷനിലാണ് ഞങ്ങളിപ്പോൾ. നേരിട്ട് ഇതും പറഞ്ഞ് ചെന്ന് അയാളുടെ നിഴൽ പോലും തൊടാൻ സാധിക്കില്ല. നമ്മുടെ ഈ രാജ്യത്തെ പോലും വിലക്കെടുക്കാൻ മാത്രം പണവും പദവിയുള്ളവനാണ്. സോ എനിക്ക് അയാളിലേക്ക് എത്താനുള്ള എളുപ്പവഴിയാണ് ഇപ്പം ഞാനായിട്ട് തുറന്നിട്ടത്. അല്ലാതെ തിരുമേനി പറഞ്ഞ പോലെ ഒരു ദോഷവും കോപ്പുമില്ല. എൻ്റെ ആവശ്യപ്രകാരം അതേ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. മൈ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്നും വിശ്വസിക്കാനാവാതെ മിഴിച്ചു നിൽക്കുകയായിരുന്നു ഭാമ. നിന്റെ ജോലിക്ക് വേണ്ടിയാണോ മൈ ഇത്രയും വലിയൊരു കള്ളവിടെയുള്ളവരോട് പറഞ്ഞ്? ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തവരാ ഈ ദോഷവും പ്രതിവിധി എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഭാര്യ ഇവരെന്തെങ്കിലും ചെയ്താ അതിന് ഇനിയൊരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. കൊല്ലാൻ പ്ലാൻ ഇടുന്ന ദക്ഷമഹേശ്വരൻ്റെ ഭാര്യയാണ്. വെറുതെ അങ്ങനെ ഒന്ന് ചിന്തിച്ചെന്ന് അയാൾ അറിഞ്ഞാൽ പോലും അതോടെ തീരുമല്ല. വേറെവിടെ ഭൂമിയിൽ നിന്നും പിഴുതെടുത്ത് കളയും അയാൾ. ഇങ്ങനെയുള്ള ഒരാൾക്ക് നേരെയാണ് മൈ നീ ഒറ്റയ്ക്ക്? ഇതെൻ്റെ ജോലിയാണ് ഭാമി, പേടിച്ചോടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ടീമാണ്. അതിൽ കൂടുതലൊന്നും നിന്നോട് പറയാൻ എനിക്കാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അയാൾക്ക് മുമ്പിൽ എത്തിയേ പറ്റൂ. അത്രയും ഉറപ്പോടമായി പറഞ്ഞു നിർത്തിയതും ടേബിളിരുന്ന് അവിടെ ഫോൺ റിങ് ചെയ്ത് ഒരുമിച്ചായിരുന്നു. സ്ക്രീൻ ഓണായതും അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം ഒരു മിന്നായം പോലെ മാത്രമേ ഭാമ കണ്ടുള്ളൂ. മയ്യെ ചേർത്തി പിടിച്ച് കവിളിൽ ചുംബിക്കുന്ന ഒരുവൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.